തിരുവല്ല നെടുമ്പറമ്പിലെ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ ഉടമ രാജു ജോർജിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചു. സ്ഥാപനത്തിലെ റെയ്ഡിന് പിന്നാലെയാണ് ഇഡി നടപടി. തട്ടിപ്പ് സംബന്ധിച്ച നിർണായക രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. രാഗിൻ വിവരങ്ങളുമായി രാഗിൻ, ശബരിമല കേസുമായി തന്നെ ബന്ധപ്പെട്ട പരിശോധനകളാണ് ഇഡി ഇവിടെ നടത്തിയത്. ഇപ്പോൾ 44.5 കോടിയുടെ സ്വത്ത് മരവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരൊക്കെ നിക്ഷേപിച്ചതുകൂടിയാകാം? നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിപുലമായ ഒരു റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് പിന്നാലെയാണ് ഇപ്പോൾ ഈ മരവിപ്പിക്കൽ നടപടി വന്നിരിക്കുന്നത്. NM രാജുവിന്റെയും അസോസിയേറ്റ്സിന്റെയും വകയിലുള്ള സ്വത്ത്, അതിന്റെ ഏകദേശം 44.5 കോടി രൂപ മൂല്യം വരുന്ന സ്വത്ത് വകകളാണ് ഇപ്പോൾ അത് മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തുടർ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇത് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് ഒരു വിവരം വന്നിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ തന്ത്രിക്ക് ചില സ്വകാര്യ ബാങ്കുകളിൽ നിക്ഷേപമുണ്ടെന്നും അവിടെ പണം നിക്ഷേപിച്ച ശേഷം പണം പോവുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വന്നിട്ടില്ല എന്നടക്കമുള്ള ചില വിവരങ്ങളും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. SITയെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിൽ, അതായത് നെടുമ്പറമ്പിൽ തന്ത്രി നിക്ഷേപിച്ചതായിട്ടുള്ള സംശയങ്ങളും നിഗമനങ്ങളും ഒക്കെ ഉണ്ട്. അവർ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്കും ഈ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു റെയ്ഡ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിവരങ്ങൾ കൂടി ഇനി തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ ഇഡി കണ്ടെത്തും. അത് അനലൈസ് ചെയ്യും. ആ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്ത് അതിൽ മുന്നോട്ട് പോകുന്ന നടപടികൾ എന്താണോ ഇടിക്ക് മുന്നിലേക്ക് വരുന്നത്, അക്കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന നടപടികളും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മരവിപ്പിക്കൽ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.